ഹായ്, നമ്മളൊക്കെ രുദ്രാക്ഷം കണ്ടിട്ടില്ലേ? എന്നുവെച്ചാൽ പല മുഖങ്ങളുള്ള പല ഡിസൈനിലുള്ള ഒരുപാട് രുദ്രാക്ഷങ്ങൾ ഒരുമിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ രുദ്രാക്ഷങ്ങളൊക്കെ ഒരാളുടെ കയ്യിലുണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വല്ലക്കുന്ന് സ്വദേശി കിരണിൻ്റെ കയ്യിൽ. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൊണ്ടുണ്ട്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ള ഒരു സുഹൃത്താണ് കേട്ടോ. അപ്പോൾ ആ സുഹൃത്തിൻ്റെ വിശേഷങ്ങളും രുദ്രാക്ഷത്തിൻ്റെ കാഴ്ചകളായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. പോയാലോ? ഇതാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലത്തെ വല്ലക്കുന്ന് സ്വദേശി കിരൺ. അപ്പോൾ നമ്മുടെ കിരണിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ആയിക്കോട്ടെ, തുടങ്ങിക്കോളൂ. ഓക്കെ, ഇതെന്ന് മുതലാണ് നമ്മുടെ ഈ രുദ്രാക്ഷത്തിൻ്റെ നമുക്ക് കളക്ഷൻ്റെ ഒരു പ്രാന്ത് എന്നൊക്കെ പറയില്ല നമുക്ക്? ഒരു പ്രാന്താണല്ലോ നമുക്ക് മേടിക്കുന്നതൊക്കെ. എന്തെങ്കിലും ഒരു ആഗ്രഹവും എന്നൊക്കെയാണ് തുടങ്ങിയത്? 2016 സ്റ്റാർട്ട് ചെയ്തത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ രുദ്രാക്ഷത്തിൻ്റെ ബോക്സുകളും വിൽക്കണ ആൾക്കാരെയും കണ്ടത്. അപ്പോൾ അന്ന് മുതലൊരു ഇൻട്രസ്റ്റ് തുടങ്ങി, ഇതിലേക്ക് ഇറങ്ങി ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ അമ്പലങ്ങളും ഉത്സവങ്ങളും പോകുമ്പോൾ അവരുടെ മുന്നിലെത്തി അവരോട് ചോദിക്കും, ഇതെന്താണ്, ഇതിൻ്റെ ഉറവിടം എവിടെയാണ്, ഇത് എവിടെ നിന്ന് കിട്ടിയത്? അവർ പറഞ്ഞു തരുമ്പോൾ നമുക്കതിൽ മേലൊരു ഇൻട്രസ്റ്റ് വന്ന്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇത് കേരളത്തിൻ്റെ മാത്രം കളക്ഷനാണോ നമ്മൾ ഇതിരിക്കുന്നത്? ഇതിലൊട്ടുമുക്കാലും ഒരു 80% കേരളത്തിലെ കളക്ഷനാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ശ്രീലങ്ക, അതുപോലെ ഇന്തോനേഷ്യ, അവിടെ നിന്ന് അയച്ചു തരുന്നുണ്ട്. ഈ പപ്പുവ, അതുപോലെ ഇന്ദ്രാക്ഷം എന്ന് പറഞ്ഞിട്ട്, അത് ശ്രീലങ്ക ഇന്ദ്രാക്ഷി ടെമ്പിളിലാണ് ഈ സംഭവം ഉള്ളത്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ 2 അമ്പലത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ദ്രാക്ഷം എന്ന് പറഞ്ഞിട്ട്. വെറൈറ്റി ആയിട്ടുള്ള. പിന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമുക്ക് എത്ര തരം രുദ്രാക്ഷം ഉണ്ട്, എത്ര മുഖങ്ങളുള്ളതുണ്ട്? ശരിക്കും 32 മുഖം വരെ ഉണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ളത് 14 മുഖം വരെ കിട്ടിയിട്ടുണ്ട്. 14 മുഖം വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞ ആൾക്കാർക്ക് അറിയില്ല. അതെ, കേരളത്തിലെ ആൾക്കാർ രുദ്രാക്ഷം കണ്ടിട്ടുണ്ട്, കഴുത്തിലൊക്കെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ സ്വാമിമാരുടെ കഴുത്തിലൊക്കെ. ഇത് എത്ര മുഖം വരെ ഉണ്ടെന്നോ ഇതിന്റെ ചരിത്രമൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് 14 മുഖമാണോ അല്ലെങ്കിൽ 14 തരത്തിലുള്ള 14 എണ്ണങ്ങളാണ്? ഒരു മുഖം മുതൽ 14, അത് വരകളനുസരിച്ചാണ് തരം തിരിച്ചിരിക്കുന്നത്. അപ്പൊ അതായത് 14 മുഖമാണോ? 14 മുഖം. പിന്നെയുള്ളത് 32 മുഖം വരെ. 32 മുഖം വരെ ഉണ്ട്. അത് ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. പല പേരിലാണോ അറിയപ്പെടാ? 15, 16. അത് ഇതിന്റെ പേരുകൾ ഇപ്പൊ ഇന്ദ്രാക്ഷം, ഇന്ദ്രാക്ഷം, രുദ്രാക്ഷം, ഭദ്രാക്ഷം, സോമാക്ഷം, ഈ 4 മെയിൻ ആയിട്ട് നമ്മുടെ കേരളത്തിൽ. നമുക്ക് ഇതൊന്നും നമുക്കൊന്ന് പരിചയപ്പെടുത്താലോ? ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കാൻ പറ്റുമോ? പരിചയപ്പെടുത്താം. നമുക്ക് കിരൺ നമുക്കിത് പരിചയപ്പെടുത്തി തരൂട്ടോ. നമുക്കിതൊന്ന് നോക്കാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അത് എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിങ്ങനെ ഇപ്പം ഇത്തിരി വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം നമുക്ക് പരമായി നോക്കാം. നമുക്ക് ഇവിടെ നോക്കിയാലോ? കിരണ, അപ്പം നമുക്ക് ഇത് ഈ ഐറ്റം ഏത് ഇതിലുള്ളതാണ്? ഇതാണ് ഭദ്രാക്ഷം എന്ന് പറയുന്നത്. ഭദ്രാക്ഷം പരന്ന ഷേപ്പിലായതുകൊണ്ട് കായടത്. രുദ്രാക്ഷം ഉരുണ്ട ഷേപ്പിലാണ്, ഇത് പരന്നതാണ്. അപ്പോൾ പരന്ന ഷേപ്പിലുള്ളത് ഭദ്രാക്ഷം. പിന്നെയുള്ളത് ഇതോ? ഇത് നമ്മുടെ നോർമൽ രുദ്രാക്ഷമാണ്, അതായത് ഉരുണ്ട ഷേപ്പിലിരിക്കണത്. ഇതിന് മുഖങ്ങളിലൊക്കെ എങ്ങനെയാണ്? മുഖങ്ങൾ ഇത് കണ്ടത് 5 വരകൾ കണ്ട, അങ്ങനെയാണ് നമ്മൾ നോക്കണത്. 5 വര. ഇതിനുണ്ടോ നമുക്ക് 5 മുഖമുള്ളത് അല്ലേ? 5 വരകളാണ് 5 മുഖമായിട്ട് കണക്കാക്കുന്നത്. കണ്ടില്ലേ, 5 മുഖം രുദ്രാക്ഷം എന്നാണ് പറയണത്. ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ. പിന്നെയുള്ള ടൈപ്പാണ് ഇന്ദ്രാക്ഷം എന്ന് പറയും. ഇത് ശ്രീലങ്കയാണ് ഇതിന്റെ ഉറവിടം.
നമ്മുടെ കേരളത്തിൽ കൊടകര കോടാലിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പേര് ഇന്ദ്രാക്ഷം. ഇതൊക്കെ വരുമ്പോ അത് അതിന്റെ കായാണ്, പഴം ഇതിൽ നിന്നാണ് അത് അങ്ങനെ ആക്കി എടുക്കണത്. ഈ കായെന്നാണ് നമ്മൾ രുദ്രാക്ഷം എന്ന് പറഞ്ഞ തുടക്കം ഇതെങ്ങനെയായിരിക്കും അല്ലേ? അതെ. എന്നിട്ടാണ് പിന്നെ ഈ കായലേക്ക് മാറുന്നത്, ഈ കായലേക്ക് വരണത്. നമ്മൾ വൃത്തിയാക്കി കഴുകി ബ്രഷിലൊക്കെ ഉരച്ച് ആ ഷേപ്പിലാക്കി എടുക്കണം. നമ്മളാക്കി എടുക്കുന്നതാണോ? നമ്മളാക്കണം. അതൊക്കെ ഞാൻ ഇരുന്നാക്കിയതാ. ആണല്ലേ? അല്ലാണ്ട് ഈ മോളിൽ നിന്ന് വീഴുമ്പോ ഇതേപോലെ വീഴും. ഈ ഇന്ദ്രാക്ഷത്തിന്റെ ഇന്ദ്രാക്ഷം മാത്രം എങ്ങനെ വരും? പിന്നെ രുദ്രാക്ഷത്തിന്റെ ആ കായകൾ. അതല്ലേ, ആ കായ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇന്ദ്രാക്ഷത്തിന്റെ കായ ഇട്ടത് ഈ കാണുന്നത് നമുക്ക് ഇനി രുദ്രാക്ഷത്തേക്ക് പോവാം. ഇതാണ് രുദ്രാക്ഷത്തിന്റെ കായ. രുദ്രാക്ഷത്തിന്റെ കായ വരുന്നത് ഇതന്നെടാ, രുദ്രാക്ഷത്തിന്റെ കായ. ഇത് നിലത്ത് വീഴുമ്പോ ഇതുപോലെ തന്നെ വീഴാം. അത് ഇതുപോലെ വീണിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ ബ്രഷൊക്കെ വെച്ച് ഉരച്ച് ഇങ്ങനെ ആക്കി എടുക്കണം. ഇത് എത്ര മുഖമായിട്ട് വരും? 5 മുഖം. മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് 5 മുഖം എല്ലായിടത്തും. ഓക്കെ. പിന്നെ ഇതേത് രുദ്രാക്ഷമായിട്ട്? ഇത് ഗണേശ രുദ്രാക്ഷം എന്ന് പറയും. ഗണേശ മുഖി, നമ്മുടെ തുമ്പിക്കൈ ഷേപ്പിലുള്ളത്. ഓ, ഇങ്ങനെ തുമ്പിക്കൈ പോലെ ഇരിക്കും അല്ലേ? അതും ഒരു വെറൈറ്റി രുദ്രാക്ഷ. അത് കേരളത്തിലെ പല വീടുകളിലും അമ്പലങ്ങളിലും ഉണ്ട്. ഇങ്ങനെയാണോ? അല്ല, ഇത് ഇതുപോലെയാണ് ഇരിക്കുക. അതെ വേണ്ട, തുമ്പിക്ക്. എല്ലാം തുമ്പിക്കൈ ഷേപ്പിലായിരിക്കും. അതെ. ഇതൊരു വെറൈറ്റി രുദ്രാക്ഷ. ഇതിന്റെ പേര് ഗണേശ് മുഖി അല്ലേ? ഇതാണ് അതിന്റെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ളത്, തുമ്പിക്കൈ ഷേപ്പിൽ. ഓ, ഇതൊക്കെ നിങ്ങൾ കണ്ടോ നോക്കിക്കോളട്ടെന്ന്. അതെ. പലരും എണ്ണ വീണിട്ടല്ലോ. അപ്പൊ ഇതിൽ എങ്ങനെ എണ്ണ നമ്മള് ഇട്ട് വെച്ച അത് രുദ്രാക്ഷം കേടാവാണ്ട് കൊല്ലങ്ങളോളം കിടക്കും. കേടാവാതിരിക്കാനാണ്. തുടക്കകാലത്ത് പലതും ഞാൻ അതുപോലെ എണ്ണ ഇടാണ്ട് വെച്ചിട്ട് നശിച്ചു പോയിട്ടുണ്ട്. പിന്നെയുള്ള ടൈപ്പാണ് ഈ ടൈപ്പ്, സോമാക്ഷം എന്ന് പറയും. സോമാക്ഷം. പേരെങ്ങനെയാണല്ലേ? ഇതിന് എത്ര മുഖം? ഇത് 3 മുഖമാണ് കിട്ടാറ്. പിന്നെ അതിൽ 1 മുഖം ഉണ്ട് അതിൽ തന്നെ. ഇത് 3 മുഖമാണ്. 3 മുഖമാണ് കോമൺ. പിന്നെ 1 മുഖം ഉണ്ട്. അത് കിട്ടാൻ പാടാ. 1 മുഖം സോമാക്ഷം. ഇത് 1 മുഖം എന്ന് പറയൂട്ടോ. സോമാക്ഷം. ഇതും കേരളത്തിൽ കിട്ടുന്നുണ്ട്. ഇത് കേരളത്തിൽ തന്നെയാണോ? കേരളത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെയുള്ളതാണ് ഇന്തോനേഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ രുദ്രാക്ഷം. ഇന്തോനേഷ്യയിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രുദ്രാക്ഷം ഇന്തോനേഷ്യക്കാര് അവരുടെ ഉള്ളത് കണ്ടോ? 3 മുഖത്തിന്റെ 3 മുഖം. ഇത് പല കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സ്വാമിമാരെ 2, 3 അങ്ങനെ 3 മുഖം നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ അവരുടെ തന്നെ, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രുദ്രാക്ഷം. റെക്കോർഡ് ഉണ്ട്. ഇന്തോനേഷ്യക്കാരാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇന്തോനേഷ്യയിലുണ്ട് ഈ സാധനം. പല സ്വാമിമാരുടെ കാണാൻ പറ്റും നമുക്ക്. ഇത് പല തരത്തിലുണ്ടോ? ഇത് 4 മുഖം. ഇത് 4 മുഖം അല്ലേ? പിന്നെയുള്ള 5 മുഖം. ഇത് 5 മുഖം. 5. പിന്നെ വരുന്നതാണ് കാട്ടുരുദ്രാക്ഷം എന്ന് പറയും. ജംഗിൾ രുദ്രാക്ഷം. ഇത് നമ്മുടെ ഈ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ കാണുന്നതാണ്. ഇത് അധികാരം കണ്ടിട്ടില്ല. ഇത് മറ്റേ ചെറി പോലത്തെ 5 മുഖം 4 മുഖം ഉണ്ട് ഇതില്. കാട്ടുരുദ്രാക്ഷം. ഇത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റും. അപ്പൊ ഈ ആദിവാസി അവര് ഉപയോഗിക്കാറുണ്ട്. എത്ര മുഖം? 4. ഇത് 4. ഇത് 5 വരകളുണ്ട്. 5 മുഖം അല്ലേ? ഇത് നമുക്ക് മാലയായിട്ട് ഒന്നും ഇടാൻ പറ്റില്ല. ഇല്ല, അത് നാച്ചുറൽ ഹോൾ അതിനില്ല. പിന്നെ പല പറ്റിപ്പുകളും നടക്കുന്നുണ്ട് നമ്മളെ അമ്പലത്തിലൊക്കെ.
ഈ ചന്ദ്രകാർ എന്ന് പറഞ്ഞിട്ട് ഇത് പ്ലാസ്റ്റിക്കാ. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണത്. ഓ, ഇത് 5000-4000 രൂപയ്ക്കാണ് വിൽക്കണത്. ചന്ദ്രഹാർ ഒരു മുഖ എന്ന് പറഞ്ഞിട്ടേ. ഓ, ഇതെവിടെ വരുന്നത്? ഇത് പ്ലാസ്റ്റിക് ആണോ? ഇത് പ്ലാസ്റ്റിക്കാ. ഇത് നമ്മുടെ പല അമ്പലത്തിന് മുന്നിലും കാണാൻ പറ്റും, വെച്ചിട്ടുണ്ട്. അതിന്റെ ഒറിജിനലാണ് ഇത്. അപ്പൊ അതെങ്ങനെ തിരിച്ചറിയാം നമുക്ക്? വെള്ളത്തിലിട്ട ഒറിജിനൽ പൊന്തി കിടക്കും, പ്ലാസ്റ്റിക് താന്നു പോകും. ഓ, അപ്പൊ ആള് പറഞ്ഞു കേട്ടില്ലേ, വെള്ളത്തിലിട്ട പ്ലാസ്റ്റിക് പൊന്തി കിടക്കും, ഒറിജിനൽ താന്നു പോകും. ഓക്കെ, അപ്പൊ ഇത് പ്ലാസ്റ്റിക്, ഇത് ഒറിജിനൽ. അപ്പൊ ഇത് പൊങ്ങി കിടക്കും, അത് പൊങ്ങി കിടക്കും, ഒറിജിനൽ താന്നു കിടക്കും. പിന്നെ കളർ വ്യത്യാസം ഉണ്ട്. കളർ എങ്ങനെ ഇരിക്കും? ഇതും പ്ലാസ്റ്റിക്കാ. ഒറിജിനൽ കറുപ്പ് കളറായിട്ട് മാറും, എണ്ണ പിടിച്ചിട്ടേ ഇതേപോലെയോ. അല്ല, തുടക്കത്തില് എങ്ങനെയായിരിക്കും? തുടക്കത്തില് ഈ കളറിലെ വരാം. എങ്ങനെ? ഓ, ഈ തുടക്കം ഈ കളറിൽ കിട്ടും. അതിനുശേഷം ബ്രൗൺ കളറാവും. പിന്നെയാണ് ഈ ബ്ലാക്ക് കളറിലേക്ക് മാറുന്നത്. ഓക്കെ ഓക്കെ, അതാണ് അതിന്റെ പ്രോസസ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് രണ്ടും പറ്റിക്കാറുണ്ട്. ഇത് ഒരു മുഖം എന്ന് പറയാല്ലേ? ഒരു മുഖം എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ സെയിലാക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ ഉള്ള രുദ്രാക്ഷാണ്. ഇത് അധികം ആരും കണ്ടിട്ടില്ല. ഇതൊരു ഓവൽ ഷേപ്പിലാണ്. നമുക്കിത് ഹോളിടാൻ പറ്റില്ല, ഡ്രില്ല് ചെയ്യണം. ഓ, അപ്പൊ നമ്മുടെ തട്ടാമാരുടെ അടുത്ത് പോകണം. സാധാ രുദ്രാക്ഷത്തിന് നാച്ചുറൽ ഹോൾ ഉണ്ടാവും, ഇതിന് ആ ഹോൾ ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു വെറൈറ്റി നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. ഇതെല്ലാം ഒരേപോലെ സെയിം 5 മുഖമാണ്. എല്ലാം 5 മുഖം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ടല്ല, ഇനിയിപ്പോ ആരെങ്കിലും ചോദിച്ചു വന്നവരനൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം. കാരണം എന്തായാലും മരത്തിൽ നിന്ന് കിട്ടണതല്ലേ, അപ്പൊ ആര് ചോദിച്ചു വന്നാലും കൊടുക്കാം, കുഴപ്പമില്ല. ശരി ശരി, സന്തോഷമുള്ളൂ കൊടുക്കാം. ഇനി നമ്മുടെ ഏതുള്ള ഇനിയുള്ളത് പിന്നെ ഇതിൽ തന്നെ നമ്മൾ കുറെ പറ്റിക്കല് നടക്കുന്നുണ്ടേ. ഇതൊക്കെ വരഞ്ഞുണ്ടാക്കണ 32 മുഖം എന്ന് പറഞ്ഞ് വിൽക്കണതാണ് ഇത്. ഓ, ഇത് അവര് ഒരു മരത്തടിയിൽ ഉണ്ടാക്കണതാ. ഇതിനെ അവര് 32 മുഖം ഉണ്ടെന്ന് പറഞ്ഞ് വിൽക്കണതാണിത്. അതായത് ഈ കള്ളന്മാര് ഇത് നല്ലോണം സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഗൗരി നമ്മൾ പറഞ്ഞ കള്ളത്തരാന്നിട്ട് അറിയാൻ വാങ്ങിച്ചു വെക്കണത് റിസർച്ചിന് വേണ്ടിട്ട്. പിന്നെ അദ്ദേഹം റിസർച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ രുദ്രാക്ഷത്തിന്റെ. നോർത്ത് യൂണിവേഴ്സിറ്റി ചെയ്യണുണ്ട്, നോർത്ത് ഇന്ത്യയിലെ ചെയ്യണത്, ശോഭിത യൂണിവേഴ്സിറ്റി. പിന്നെ അവരാണ് ഗൗരി ശങ്കർ എന്ന് പറഞ്ഞ ഇരട്ട രുദ്രാക്ഷം. ശിവനും പാർവതി. അവരത് പ്ലാസ്റ്റിക് ഉരുക്കി ഒട്ടിച്ച് വെച്ചിരിക്കുക. ഇത് ഒറിജിനൽ അല്ല. ഇത് ഒറിജിനൽ അല്ല. ഇതില് പ്ലാസ്റ്റിക് ഇതിന്റെ ഇടയിൽ വെച്ച് ഉരുക്കി ഒട്ടിച്ച് വെക്കുക. ശിവനും പാർവതി എന്നുള്ള ഐതിഹ്യത്തിനാണ് ഗൗരി ശങ്കരം. അതും അവർ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊന്നും ഒറിജിനൽ അല്ല. അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി മേടിച്ചു വെച്ചതാണ് അറിഞ്ഞുകൊണ്ട്. പിന്നെ ഇതും ഒരു മുഖം എന്ന് പറഞ്ഞാൽ അവർ വിൽക്കണതാ. ഒരു മുഖം എന്ന് പറഞ്ഞിട്ട് അത് 2-3 മുഖങ്ങൾ. കൊടുങ്ങല്ലൂരും ഗുരുവായൂരൊക്കെ, കൊടുങ്ങല്ലൂരും തൃശ്ശൂരും ഏറ്റവും കൂടുതൽ കാണുന്നുണ്ട്. ഇതൊക്കെ ഇതിങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കി നോക്കണം. നല്ലതാ, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിൽ കടുകണ്ണല്ല ഉപയോഗിച്ചിട്ടുള്ളത്? കടുകണ്ണ ആകുമ്പോൾ കറക്റ്റ് ഇരുന്നോളൂ, കുഴപ്പമില്ലാണ്ട്. നമുക്ക് ഈ ബക്കറ്റിൽ മുഴുവൻ തെറ്റാ. ഈ ബക്കറ്റ് നമ്മുടെ ഇവിടെ എടത്താടന്റെ അവിടെ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. 15,000 രുദ്രാക്ഷം ഉണ്ട് അതിന്റെ അകത്ത്. 15,000 ഉണ്ട്. ആരും പറഞ്ഞാലും വിശ്വസിക്കില്ല. 15,000 ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ആരെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ കൊടുക്കാലോ. കൊടുക്കാം. കാരണം അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് 15,000 രുദ്രാക്ഷം അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തരും. പൈസ ഒന്നും ഈടാക്കുന്നില്ല. ഇനിയാണ് ഒരു മുഖങ്ങളുടെ ഒരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. പല വിഭാഗത്തിൽപ്പെട്ട ഒരു മുഖങ്ങൾ. ഇതൊക്കെ ഒരു മുഖം ആണോ? അപ്പൊ പേരുകളൊന്ന് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം. ഇത് ഗണേഷ് മുഖിയിലെ ഒരു മുഖം, ഒരു ലൈൻ. നേരത്തെ കാണിച്ച ഗണേഷ് മുഖി അതിന്റെ ഒരു ലൈനുള്ള ഒരു മുഖം. ഇത് നമ്മുടെ സാധാരണ ഒരു മുഖം അല്ലേ? ഒരു ലൈനുള്ളൂ. ബാക്കി ലൈനില്ല, ഒരു ലൈൻ മാത്രം. പിന്നെ ഇത് ഇന്തോനേഷ്യയുടെ ഏറ്റവും ഒരു മുഖം, ചെറുതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഒരു മുഖം. ലോകത്തിലെ ഏറ്റവും അത് ഒറിജിനൽ. ഇന്തോനേഷ്യയുടെ ഏറ്റവും ചെറിയൊരു മുഖം. ഇന്തോനേഷ്യയിലത്തെ ഒറ്റ മുകളിൽ രുദ്രാക്ഷം, റയർ പീസ്. അത് കിട്ടാൻ പാടാ. പിന്നെ അതുപോലെ തന്നെ ഗൗരി ശങ്കരത്തിൽ ഒരു മുഖമുണ്ട്. നേരത്തെ കാണിച്ച ഭദ്രാക്ഷത്തിൽ ഒരു മുഖം. 2 എണ്ണം ചേർന്ന്. ഇത് ശരിക്കും ഒറിജിനൽ തന്നെ? അത് ഒറിജിനൽ. ഇതൊക്കെ ഞാൻ നോക്കിയതാ. അതല്ലേ? ഇത് ഒട്ടിച്ചതൊന്നല്ല? അല്ലല്ല, അത് ഒറിജിനലാണ്. ഈ പ്ലാസ്റ്റിക് ഒന്നും ഒട്ടിക്കാണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഒരു മുഖമാണത്. ഓക്കെ.
പിന്നെയുള്ളത് അതിൽ തന്നെ വേറെ 2 ചെറിയ രുദ്രാക്ഷങ്ങൾ ഒട്ടിയിട്ടുള്ള ഒരു മുഖം. ഈ ഇന്തോനേഷ്യയിൽ തന്നെ. ഇന്തോനേഷ്യയിൽ തന്നെ. ഇതൊന്നും നമ്മുടെ ഇന്ത്യയിൽ കിട്ടില്ലല്ലോ, കേരളത്തിൽ. കേരളത്തിൽ കുറവാണ് കിട്ടാൻ. പിന്നെ മൂന്നാർ ഭാഗത്തുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇത് നേപ്പാളിലത്തെ ഒരു പ്രത്യേകത സവാർ എന്ന് പറയും. സവാർ ഒരു മുഖമാണോ അത്? ഒരു മുഖം. അതല്ലേ, നേപ്പാളിലത്തെ ഒരു മുഖമുള്ള രുദ്രാക്ഷം. അതെ അതെ. ഇത് നമുക്ക് കിട്ടില്ല, ഇത് തുളക്കി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇല്ല, അത് തന്നെ മരത്തിന്ന് ജസ്റ്റ് വീണ്. ഇത് എന്തിനാ ഉപയോഗിക്കാം? നമുക്ക് മോതിരമായിട്ടോ മോതിരത്തിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കേരളത്തിലെ ഒരു മുഖം, ഇത് മൂന്നാറിന്ന് കിട്ടിയതാ, ഒറ്റ ലൈനോട്. കേരളത്തിലത്തെ ഒരു മുഖം. ഇത് കിരൺ തന്നെ കളക്ട് ഞാൻ തന്നെ കളക്ട് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ഡീലർമാരെ അറിയാം, പിന്നെ അവര് എനിക്ക് കൊണ്ട് തരാറുണ്ട് കളക്ഷനിലേക്ക്. റിസർച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് പറയുമ്പോൾ അവർ കൊണ്ട് തരാറുണ്ട്. പിന്നെ ഉള്ളത് ഗർഭഗൗരി എന്ന് പറയും. ഗർഭഗൗരി നമ്മുടെ പാർവതിയും ഗണേശനും കൂടിയിട്ട് ചെറിയ ഒരു മുഖം, വലിയ 5 മുഖം. ഇതിപ്പോ ഇതിൽ എണ്ണയുള്ള ഗർഭഗൗരി, ഗർഭഗൗരി 5 മുഖം, ചെറിയ ഒരു മുഖം കൂടിയിട്ട്. എന്തായാലും കിരണിന്റെ കളക്ഷനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കട്ടെ. അതെ. പിന്നെ ഒറ്റ ലൈനുള്ള ഗണേഷ് മുഖി. ഒറ്റ ലൈനുള്ള ഗണേഷ് മുഖം. ഇത് തുമ്പിക്കൈ. ഇതില് തുമ്പിക്കൈ ഉണ്ടാവും. പിന്നെ ഒരു ലൈൻ ഉണ്ടാവുള്ളൂ ഒരു മുഖത്തിന്റെ. ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോ സൈഡിൽ നിന്ന് ശരിച്ചു നോക്കിയാൽ ഇതിപ്പോ 3 മുഖം പോലെ തോന്നുന്നുണ്ട്. ഇവിടെ വേണ്ട, അതേ ഒരു ലൈൻ മാത്രം. അടിപൊളി. ഇനി നമ്മുടെ 1 മുതൽ 14 വരെയുള്ള രുദ്രാക്ഷം. ഇതാണ് ഒരു മുഖം. ഒരു മുഖം അല്ലേ? ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ഇത് നേപ്പാള. ഇനി അതുപോലെ തന്നെ 2 മുഖം. ഇത് നേപ്പാള. പിന്നെ ഇത് 3 മുഖം. ഇത് നേപ്പാള 3 മുഖം. ഇതെല്ലാം നേപ്പാള കളക്ഷനാണ്. എല്ലാം നേപ്പാള. ഇത് 4 മുഖം, 4 ലൈൻ, കുരിശ് പോലെയുള്ളത്. 4 5 വര. പിന്നെ 6. ഇതിന്റെ പേരുകൾ വ്യത്യസ്തമുണ്ടോ? ഉണ്ട്. 6 മുഖം, മുരുകന്റെ അങ്ങനെ പേരുകളുണ്ട്. ഇത് 7 മുഖം. ഇതിനെന്താ പേര് പറയുന്നത്? സപ്തമുഖി. എന്ന് പറയല്ലേ. പിന്നെ 8. ഇത് നമ്മുടെ ഗണേശ പേരിൽ അറിയപ്പെടുന്നത്, അതായത് ഭഗവാന്റെ പേരിൽ. പിന്നെ നമ്മുടെ ഇത് 9 നവഗ്രഹങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നത്. 9ാമത്തെ 9. അതായത് 9 മുഖം. 9 മുഖങ്ങളുണ്ട് വരകളനുസരിച്ച്. ഇതിന് ഹോൾ ഉണ്ടല്ലോ അല്ലേ? ഹോൾ ഉണ്ട്. ഇതൊക്കെ നാച്ചുറൽ ഹോൾ ഉള്ളതാ. ഇതേ കണ്ട 10. നമ്മൾ ഹോൾ ഇടണ്ട. 10 11 മുഖങ്ങളുടെ അനുസരിച്ച് വീതി കൂടും. പിന്നെ 12 13. ഇതാണ് ഏറ്റവും കിട്ടാൻ പാട്. 14 മുഖം. അത് നോക്കട്ടെ. 14 മുഖം ഏറ്റവും കിട്ടാൻ പാടുള്ള. ഹോളും ഉണ്ട്. നാച്ചുറൽ ആണ്, നേപ്പാളിന്റെ ആണ്. ഇതാണ് ഏറ്റവും കിട്ടാൻ പാട്. ഇന്ത്യയിലില്ല. 14 മുഖം ഇല്ല. ഇനി ഇതേപോലെ ഇന്തോനേഷ്യയുടെ ഉണ്ട്. ഇന്തോനേഷ്യയുടെ നമ്മുടെ ഉണ്ടല്ലേ? സെയിം 14 മുഖം തന്നെ. സെയിം 14 മുഖം. ഇതാണ് ഇന്തോനേഷ്യയുടെ ഒരു മുഖം. അരിയുടെ ഷേപ്പുള്ളതാണ്. അരിമണിയുടെ വലിപ്പമുള്ളൂ ഒരു മുഖം. അതെ. പിന്നെ ഉള്ളത് 2 മുഖം. 2 മുഖമായിട്ട്. 2. ഇന്തോനേഷ്യയൊക്കെ ചെറുത്, ഭയങ്കര ചെറുതാണ്. നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം. ഇതിന്റെ അത്ര ക്ലിയർ ആയിട്ട്. 3. ഇത് 3 മുഖം അല്ലേ? 3. ശരി. 4. 4 മുഖം അല്ലേ? 4 5. ഇന്തോനേഷ്യയിലൊക്കെ 5 മുഖം, അങ്ങനെ 14 മുഖം നമ്മുടെ 14 മുഖം വരെയാണ്. നമ്മുടെ ഈ അവാർഡ് കിട്ടിയിട്ട് എത്ര നാളെ ഉണ്ടാവും? അവാർഡ് എന്നല്ല പറയുന്നത്. അതെ, അവാർഡ്. അതായത് ഇന്ത്യയിലെ തന്നെ ഓൾമോസ്റ്റ് സെക്കൻഡ് അവാർഡാണ്. സെക്കൻഡ് അവാർഡ് ഗിന്നസ് ആണ് വരുന്നത്. അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു മാസമായി. അതല്ലേ?
അപ്പോൾ ഇങ്ങനെ നമുക്ക് അടുത്ത സെക്ഷൻ നമ്മുടെ ഗിന്നസ് റെക്കോർഡിലേക്കുള്ള ഒരു ഒരു ഇത് കിട്ടട്ടെ. ശ്രമമാണ്. അതെ അതെ, കിട്ടും. ആശംസകൾ. സന്തോഷം. കേട്ടോ. ആ, അപ്പം ഇനി അടുത്ത കാണും വരെ സന്തോഷം. പോട്ടെ. ശരി കേട്ടോ. ആ, അങ്ങനെ കിരണ്ട വിശേഷങ്ങളും രുദ്രാക്ഷത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ? വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.